ഇന്ന് എമ്പുരാന്റെ ദിവസമാണ്. എമ്പുരാൻ ഈ ദിവസം ഇങ്ങ് എടുത്തു എന്നാണ് തോന്നുന്നത്. എമ്പുരാൻ തൂക്കിയോ? നമുക്ക് നോക്കാം. കൊച്ചിയിൽ നിന്നും നമ്മുടെ സജോ ദേവസ് ചേരുന്നുണ്ട്. സജോ, വലിയ ആരാധകരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് മൊത്തത്തിലുള്ളൊരു പ്രതികരണം, ടോട്ടൽ ഫീൽ? സജോ ഇടി കൊണ്ടൊരു വരുവായി നിൽക്കുക. ആളുകളോട് അത്യാവശ്യം നല്ല ഇടിയാണ്. കാരണം വലിയ തോതിലുള്ള ആരാധക ബാഹുല്യമുണ്ട്. ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അടിപൊളി പടം. അപ്പോൾ ഇവിടെ താരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ സ്വാഭാവികമായും അവരെ കാണുക, താരങ്ങളോടൊപ്പം പ്രത്യേകിച്ച് ലാലേട്ടനുമായി ഒക്കെ ലാലേട്ടനെ കാണുക, അഭിവാദ്യം ചെയ്യുക എന്നതൊക്കെ ആരാധകരുടെ താല്പര്യമായിരിക്കും എന്നതാണ്. ഓക്കെ, ഇപ്പോൾ തൃശ്ശൂർ എല്ലാ ഇടങ്ങളിലും ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുന്നു. ഗംഭീരമാണ്, പൊളിയാണ് എന്ന അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും പടം സൂപ്പറായിരിക്കുന്നു എന്ന പ്രതികരണം ആദ്യ ഷോ കഴിയുമ്പോഴാണ് ഒരു സിനിമയുടെ ലൈഫ് അറിയുക. പടം സെറ്റാണ് എന്നാണ് ഇപ്പോൾ പ്രതികരണം വരുന്നത്. ഇപ്പോൾ സിനിമാ പ്രവർത്തകരുണ്ട്. മോഹൻലാൽ സജോ മോഹൻലാൽ അവിടെ പോയോ? പ്രതികരണം എന്തോ അടിപൊളി മൂവി, സൂപ്പർ, അടിപൊളി. ഓ വെരി കറുത്ത വസ്ത്രം ധരിച്ച ആരാധകരെത്തിയിട്ടുണ്ട്. സജോ, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് എത്തിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ തിക്കിത്തിരക്കി കയറുകയാണ് അല്ലേ? അടുത്ത കാലത്ത് മലയാള സിനിമയിൽ തിയേറ്ററുകളിൽ ഇങ്ങനെ ഒരു തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല. സൂപ്പർ, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ചുമ്മാ തകർത്ത് കലക്കനായിരുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളി തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി നല്ല സെറ്റ് വളമായിരുന്നു. പ്രതീക്ഷ പൊളിച്ചു. അങ്ങനെയാണ് ആരാധകർ ആ നിലയ്ക്കുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ പറയുന്നു. കഴിഞ്ഞിറങ്ങിയതാണ് അടിപൊളിയാണ്. ശരിക്കും സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. ബട്ട് എനിവേ കളിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫാണ് ശരിക്കും അടിപൊളിയാണ് വന്നത്. മോഹൻലാൽ അതെ അതാണ് കഴിഞ്ഞു വരുന്നവരുടെ പ്രതികരണങ്ങളാണ്. ഓരോരുത്തരായി അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. പ്രേക്ഷകർ കൂടുതൽ ആൾക്കാരും, അതായത് നമ്മൾ റാൻഡമായിട്ടാണ് ആളുകളുടെ അഭിപ്രായം ചോദിച്ചത്. അവരെല്ലാവരും പറഞ്ഞത് പ്രതീക്ഷ മീറ്റ് ചെയ്തു എന്ന നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ കഴിഞ്ഞ് വന്നാണോ പടം കഴിഞ്ഞാ പടം എന്ന് പറഞ്ഞാൽ കിട്ടില്ല പടമാണ്. മേക്കിംഗ് കൊണ്ട് വളരെ നന്നായിട്ടാണ് രാജേട്ടൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്റർവെല്ലിൽ ലാലേട്ടൻ മറ്റേ തീയുടെ ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റിന്റെ കാര്യത്തിൽ തിയേറ്ററിൽ നിന്ന് കത്തുമായിരുന്നു. ഇലക്ട്രിഫൈങ് ആയിരുന്നു തിയേറ്റർ. നമുക്ക് വിളിച്ചു ചോദിക്കാം. ഇന്റർവെല്ലിന് ശേഷം ശരിക്കും ഫയർ ആയിരുന്നു. അത് മേക്കിംഗ് ഒരു ഹോളിവുഡ് മൂവി, ഒരു മേക്കിംഗ് ആണ്. പൃഥ്വിരാജിനെ സമ്മതിക്കണം. ഹിറ്റ് പ്രതീക്ഷ വയ്ക്കാം. പിന്നെ തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. മാസ് എൻട്രി സൂപ്പറായിരുന്നു. പ്രതീക്ഷ അങ്ങനെയുള്ള അവരുടെ അഭിപ്രായങ്ങളാണ്. അതായത് കൂടുതൽ ആളുകളും പറയുന്നത്. പിന്നെ ഫാൻസ് ഷോ കൂടിയാണ് അവരുടെ. പക്ഷേ ഫാൻസും അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പലപ്പോഴും പറയാറുണ്ട് എന്നതൊരു വസ്തുതയാണ്. അവർ പറയുന്നത് ഉഗ്രൻ, പൊളി, തകർത്തു, തീയിട്ടു എന്നൊക്കെയുള്ള അവരുടെ പൊതുവായ ന്യൂജൻ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കുന്നു. പിന്നെ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മിക്കവാറും ആളുകൾ ഇവിടെ നിന്ന് മടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം വലിയ ആരാധക ബാഹുല്യമൊക്കെ ഉള്ളതുകൊണ്ടും മറ്റ് അങ്ങനെയുള്ള സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അതുൾപ്പെടെയുണ്ട്. നമുക്ക് മറ്റ് ആളുകളോടുമൊക്കെ അഭിപ്രായങ്ങൾ. കുറേ പ്രാവശ്യം ഞെട്ടിച്ചു, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഞെട്ടിച്ചു. നല്ല പടമായിരുന്നു. അടിപൊളി പടം. സൂപ്പറായിരുന്നു. Awesome. Too good. 200 out of 100. അഭിപ്രായ പ്രകടനങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടെ സെക്കൻഡ് ഹാഫ് ഫാസ്റ്റ് മൂവിംഗ് ആണെന്ന് തോന്നുന്നു. തിയേറ്ററിന് തീയിട്ടു എന്നാണ് പറയുന്നത് സെക്കൻഡ് ഹാഫ്. അതാണ് ആ ഒരു അഭിപ്രായമാണ് കൂടുതൽ ആളുകളും പറഞ്ഞത്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു പേസ് പടം കൃത്യമായി വീണ്ടെടുത്തു, അല്ലെങ്കിൽ പ്രതീക്ഷ മീറ്റ് ചെയ്തു എന്നതൊക്കെയാണ് അഭിപ്രായങ്ങളായി കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രേക്ഷകരുടെ
വ്യക്തമായ അഭിപ്രായമാണ്. എന്ന് മാത്രമല്ല ഇവിടെ പടം കണ്ടിറങ്ങിയവരെ കൂടാതെയുള്ള ആരാധകരൊക്കെ തമ്പടിച്ചിരുന്നു. കാരണം അടുത്ത ഷോയ്ക്ക് വേണ്ടിയുള്ള ആളുകളുണ്ട്. സ്റ്റാഫിനെ ലക്ഷ്യമിട്ട് മറ്റ് താരങ്ങളും ആക്ച്വലി ഇട്ടു. വീണ അടക്കമുള്ള താരങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് അവരുടെ റെസ്പോൺസ് നോക്കാം. പക്ഷേ ഇവിടുത്തെ തിരക്ക് സത്യത്തിൽ അല്പം നിയന്ത്രണാതീതമാണ്. നമ്മളൊരു സുരക്ഷ ഓക്കെ, മനസ്സിലായി. കവിതാ തിയേറ്ററിൽ ജനസാഗരമാണ്. കറുത്ത വസ്ത്രം ധരിച്ച് ഞാൻ ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ആണ്.